ഹായ് ഓൾ. GBP USDയിൽ ഞാൻ ഇന്നലെ ഒരു ട്രേഡ് എടുത്തിരുന്നു. ആ ട്രേഡ് ഇപ്പോഴും റണ്ണിങ് ആണ്. ട്രേഡ് എടുത്തതിൻ്റെ പുറകിലെ ലോജിക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം $20 അടുത്ത് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഈ ട്രേഡിൽ ഞാൻ ഓൾറെഡി സ്റ്റോപ്പ് ലോസും അതേപോലെ ടാർഗറ്റും ഇട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് മിസ്സായിട്ടാണ് താഴേക്ക് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഒന്നല്ലേ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ TP ഇതിലേതെങ്കിലും ഒന്ന് അടിച്ചാൽ മാത്രമേ ഞാൻ ട്രേഡിൽ നിന്ന് ഇറങ്ങുള്ളൂ. എൻ്റെ ഇടയിൽ എന്തായാലും ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആ ട്രേഡ് എടുത്തതിൻ്റെ പുറകിലെ ലോജിക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. 1 hour ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് സ്ട്രക്ചറാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. മാർക്കറ്റ് ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇതൊരു ലോ ആണ്, ഇതൊരു ലോവർ ഹൈ, ഇതൊരു ലോവർ ലോ. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇവിടെ നിന്നാണ് ഞാൻ ട്രേഡ് എടുത്തത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ലോവർ ഹൈ ആയിട്ട് വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ റീസൺ ട്രേഡ് എടുക്കാനുള്ളത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിബോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏരിയന്ന് ഈ ഏരിയ വരെ ഞാൻ ട്രേഡ് എടുക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ ഉണ്ടായത്. അപ്പം ഇത് മാർക്കറ്റ് റിജക്റ്റ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിബോയുടെ ഗോൾഡൻ ഏരിയ എന്ന് പറയുന്നത് 0.618 ആ റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റ് റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, ഈ റിജക്ഷൻ കാണിച്ചത്. റീസൺ നമ്പർ 2 ഫിബോന്റെ റിജക്ഷൻ. ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. നോക്കി കാണാം, 1 2 3 4 പ്രാവശ്യം ഇത് മാർക്കറ്റ് ഇവിടുന്ന് റിജക്ട് ചെയ്താണ്. സാധാരണ ആൾക്കാരൊക്കെ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ വലിയ ടൈം ഫ്രെയിം ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല. ഇതേപോലെ ഒരു റിജക്ഷൻ കാണുമ്പം അവരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഒരു കണ്ടിന്യൂഷൻ ആണ് അവർ ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കൂടിയാണ്. ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, അതുപോലെ റൈറ്റ് ഷോൾഡർ. ഇതും വരച്ചിട്ട് കുറെ ആൾക്കാരുണ്ടാകും. സംഭവിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ആയതുകൂടെ ഒരുപാട് ബയ്യേഴ്സ് ഇതിലേക്ക് എൻ്റർ ആവും, ഈ ട്രേഡിലേക്ക് എൻ്റർ ആവും. ഈ ബയ്യേഴ്സിന്റെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക ഒരു ഏരിയ ഇവിടെ, അടുത്തത് ഇവിടെ. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രേക്ക് ഔട്ട് ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വന്ന് ഇവിടെയുള്ള ഈ സ്റ്റോപ്പ് ലോസും എടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ട്രേഡ് എടുത്തത്. ഈ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഡൗൺ ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ആയിരുന്നു ഞാൻ നോക്കുന്ന സമയത്ത്. അപ്പം സാധാരണ മാർക്കറ്റ് എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ, ഇപ്പം അപ്പ് ആണെങ്കിലും ഡൗൺ ആണെങ്കിലും, ആ ഡയറക്ഷനിലേക്കുള്ള വീക്ക് സെല്ലേഴ്സിനെ ബയേഴ്സിനെ മാർക്കറ്റ് ആദ്യം ഒഴിവാക്കും. എന്നതിന് ശേഷം മാത്രമേ മാർക്കറ്റ് ആ ഡയറക്ഷനിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് താഴേക്കുള്ള വ്യൂ ഉള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഇതേപോലെ ഒരു ഡൗൺ ട്രെൻഡ് വെച്ച് വരച്ചിരിക്കും. അത് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അതിലേക്ക് എൻ്റർ ആവും. ബ്രേക്ക് നടന്നോടുകൂടി എന്ത് ചെയ്യും, കുറെ ആൾക്കാർ ഇതാ ഈ റീടെസ്റ്റിൽ എൻ്റർ ചെയ്യും, ചിലപ്പോൾ ഈ ബ്രേക്ക് ഡൗണിൽ തന്നെ എൻ്റർ ചെയ്യും, പിന്നെ ഈ കണ്ടിന്യൂഷൻ കാണുമ്പോൾ എൻ്റർ ചെയ്യും. ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഫസ്റ്റ് തന്നെ മാർക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷമേ മാർക്കറ്റ് താഴേക്ക് പോകുള്ളൂ. അതൊരു റീസൺ ആയി. അതായത് ഈ വീക്ക് സെല്ലേഴ്സിനെ എല്ലാം മാർക്കറ്റ് കളഞ്ഞു. അപ്പം 4ാമത്തെ റീസൺ അതായി. പിന്നെ ഞാൻ ട്രേഡ് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, അതായത് ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ട്രെൻഡ് ലൈന്, അതേപോലെ ഇതൊരു റെസിസ്റ്റൻസ് പോലെ ഏരിയ. അപ്പൊ ഇത് ഈ റണ്ണിങ് മാർക്കറ്റിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. നമ്മൾ നോക്കിയാൽ നല്ല ഹൈ വോളിയത്തോട് കൂടി ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ. അപ്പൊ ഇത് കാണുമ്പോൾ ഒരുപാട് ബയേഴ്സ് വീണ്ടും എൻ്റർ ആവും. അതേപോലെ ഈ റെസിസ്റ്റൻസ് ബ്രേക്കും ആയി, ട്രെൻഡ് ലൈനും ബ്രേക്ക് ആയി കാണുമ്പോൾ ഇവിടുന്ന് ഒരുപാട് ബയേഴ്സ് എൻ്റർ ആവും. അപ്പൊ അവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഇതേ പറഞ്ഞ പോലെ ഈ താഴെ ഈ ഏരിയകളിൽ സ്റ്റോപ്പ് ലോസ് കിടക്കും. നല്ലൊരു റിജക്ഷനോട് കൂടി ഒരു ഇൻവേർട്ടഡ് ആമർ വന്നു. പിന്നെ അതിനുശേഷം നല്ല സെല്ലിംഗ് പ്രഷർ ആയിരുന്നു. അതിനുശേഷം ഈ ഏരിയയിൽ എത്തിയപ്പോഴാണ് ഞാൻ ട്രേഡ് എൻ്റർ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നല്ലൊരു പ്രോപ്പർ ഒരു SL കിട്ടുന്നുണ്ട്. കുറച്ചൊന്ന് ബാക്കോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, മാർക്കറ്റ് ഇവിടുന്ന് ഈ സപ്പോർട്ട് എടുത്ത് പോയ ഒരു ഏരിയ ആണിത്. അപ്പം ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്ത് പോയതാണ്. അപ്പം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യില്ല എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതും കൂടി ആയിട്ട് ഒരു പ്രോപ്പർ SL കൂടി കിട്ടിയപ്പോൾ ഞാൻ ട്രേഡ് എടുത്തു. പക്ഷേ ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് എൻ്റെ ഡയറക്ഷനിലേക്ക് കുറച്ച് പോയി, അത്യാവശ്യം നല്ല മൂവ്മെന്റ് തന്നു. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവുക ചെയ്തത്. പിന്നെ ഈ ഒരു റേഞ്ചിലൊക്കെ എത്തിയപ്പോൾ പിന്നെ ഞാൻ കിടന്നു. പിന്നെ ഇന്ന് രാവിലെയാണ് ഞാൻ നോക്കിയത്. രാവിലെ നോക്കുമ്പോൾ എൻ്റെ SLന്റെ അടുത്തുനിന്ന് റിജക്റ്റ് ആയിട്ട് വീണ്ടും താഴേക്ക് വരുന്നത് കണ്ടു. അതേപോലെ ഞാൻ സെൻസെക്സിൽ ഒരു ട്രേഡ് എടുത്തിരുന്നു. സെൻസെക്സിൽ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാണ് ചെയ്തത്. ഏകദേശം ഒരു 1500 രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് അതിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റ ട്രേഡേ എടുത്തിട്ടുള്ളൂ. അതും ഏകദേശം ഇതേ ലോജിക്ക് വെച്ചിട്ടാണ് എടുത്തത്. ആ ഒരു ട്രേഡും ഉണ്ട്. ഇപ്പോൾ ഈ ട്രേഡ് റണ്ണിങ് ആണ്. അപ്പം
ഇതെന്താന്നുള്ളത് കൂടുതൽ അപ്ഡേറ്റ് ഞാൻ അറിയിക്കാം. ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മുടെ ട്രേഡ് TP അടിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 15 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് വന്നത്. പിന്നെ ഈ ട്രേഡ് ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇത് പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇനി എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം. താങ്ക് യു.